ഗൈസ്, അപ്പോൾ ഇവിടെ ജോർജിയയിൽ ഇപ്പോൾ കുറേ പോലീസ് ചെക്കിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്തിനൊക്കെയാണ് അത് നമ്മൾ ഇന്ത്യൻസ് എന്തിനൊക്കെയാണ് എല്ലാം പേടിക്കണോ, എന്തിനാണ് അത് ചെയ്യുന്നത്, എല്ലാം ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജോർജിയയിൽ ഒരുപാട് പേർ പറയുന്ന ഒരു കാര്യമാണ്. പോലീസ് ചെക്കിങ് ഇപ്പോൾ ഇവിടെ നല്ല കൂടി വരുന്നുണ്ട് എന്നത്. എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്? സ്റ്റുഡൻസിനും ഇന്ത്യൻസിനും എല്ലാം പേടിക്കണോ ഇവിടുത്തെ ചെക്കിങ്? നമുക്കത് ബാധകമാണോ ഇല്ലയോ? ഇന്നത്തെ വീഡിയോയിൽ എല്ലാം ഞാൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ. നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ബിക്കോസ് പലർക്കും ഇത് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇതിലൊന്നും പോയി പെടാതിരിക്കുക മാക്സിമം. ഇപ്പോൾ ഇത് കർശനമാക്കി കൊണ്ടുവരികയാണ് നമ്മളെ ചെക്കിങ്. ഇപ്പോൾ പോലീസ് ചെക്കിങ് നല്ല സ്ട്രിക്റ്റാണ് ഇവിടെ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ കുറേ എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം കയറി കണ്ട് ഡൗട്ടുള്ളതെല്ലാം കിടപ്പുണ്ട്. TRCയെ പറ്റി, വർക്ക് പെർമിറ്റ്, അങ്ങനത്തെ കുറേ. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറയാം ഇവിടുത്തെ എന്താണെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ചെക്കിങ് ഇപ്പോൾ കൂടിയത്? അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പം ജോർജിയയിൽ നിയമപാലന ഏജൻസികൾ അടുത്തിടെ ഇങ്ങനെ കുറേ ഇതാക്കിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഇല്ലീഗൽ ബിസിനസ്സുകൾ നടത്താനും, പിന്നെ ഇല്ലീഗലായിട്ട് ഇവിടെ വർക്കേഴ്സ്, തൊഴിലാളികൾ, പിന്നെ സാമ്പത്തിക എന്ന് വെച്ചാൽ പൈസ കൊടുത്തിട്ട് കടം, അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം കുറ്റങ്ങൾ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പം. പിന്നെ ഇവിടെ നിന്ന് നമ്മളെ ബോർഡർ ക്രോസ് ചെയ്ത് ഇവിടെ വരും, ഇത് കാണിക്കാതെ ഇതെന്നിട്ടും ഡീപ്പോർട്ടായി നമ്മളെ TRC ഇതായിട്ടും നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിലെല്ലാം കാരണം ആണ് അവർ കൂടുതലായിട്ട് ചെക്ക് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കാൻ. കാരണം അവർ വേറെ ഒന്നൊരു ഉദ്ദേശത്തിലല്ല, പക്ഷേ അവർക്ക് ഇതൊക്കെയാണ്, നിങ്ങളിതെല്ലാം ചെയ്തിട്ടാണ് നിങ്ങൾ ഇല്ലീഗലായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, നിങ്ങൾ വാലിഡ് ആണോ എല്ലാം എന്നെല്ലാം അറിയാൻ കൂടെ വേണ്ടിയാണ് അവരിത് ചെക്കിങ് ഇപ്പോൾ ഇവിടെ നല്ല കൂടിയത്. കൂടുതൽ പരിശോധനകളും അന്വേഷണങ്ങളും നടത്തുന്നുണ്ട് ഇതൊക്കെ കാരണം. പിന്നെ അങ്ങനത്തെ ഞാൻ വേറൊരു കാര്യം ലാസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പം ഇനി എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പ്സ് എന്തുകൊണ്ട് വാർത്തകളിൽ വരുന്നു? ടെലിഗ്രാം മെയിനായിട്ട് വരുന്നു. പിന്നെ ചില ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോട് ഉപയോഗിക്കപ്പെട്ട കേസുകൾ വിവിധ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം തന്നെ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ കണ്ടന്റുകൾ നീക്കം ചെയ്യുന്നതായി പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് അറിഞ്ഞൂടാത്ത ഗ്രൂപ്പുകളിൽ ചേരല്, നിങ്ങൾ ഇപ്പോൾ ഡ്രഗ് ഡീലിംഗ് ആയാലും എന്തായാലും നിങ്ങളിതിലൊന്നും ചേരാതിരിക്കുക. ഇതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് വരികയാണ്. പിന്നെ ബിസിനസ് ഓഫേഴ്സ് ഒന്നും വിശ്വസിക്കരുത്. സംശയം നിങ്ങൾക്ക് തോന്നുന്നുള്ള ബിസിനസ് ഓഫേഴ്സ്, ആ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ വിശ്വസിക്കാതെ മാക്സിമം പോവുക. കാരണം ഇപ്പോൾ നല്ല സീൻ നടക്കുകയാണ് ടെലിഗ്രാമിൽ. അപ്പോൾ ടെലിഗ്രാം ഉണ്ടെങ്കിൽ നൈസാ ടെലിഗ്രാം അങ്ങ് കളയുക. കാരണം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ടെലിഗ്രാമിലാണ് ഇപ്പോൾ ഇവിടെ ഇതെല്ലാം പ്രശ്നങ്ങൾ. അപ്പോൾ അതൊരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വരികയാണ്. പിന്നെ സ്റ്റുഡൻസ് എന്ത് ശ്രദ്ധിക്കണം? നിയമപരമായി മാത്രം ജോലി ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് ജോലി ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ അല്ലാതെ ഇല്ലീഗലായിട്ടൊന്നും പോകാതിരിക്കുക മാക്സിമം. പിന്നെ വ്യാജ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ വ്യാജ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾക്ക് നല്ല സ്ട്രിക്റ്റ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടി വരും. ഞാൻ അതിനെപ്പറ്റിയും ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ കാരണത്താലാണ് ഇപ്പോൾ ഡീപ്പോർട്ട് ചെയ്യുന്നത്, അതിനെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ പാസ്പോർട്ട്, TRC, വിസ എന്നിവ എപ്പോഴും വാലിഡാക്കി വയ്ക്കുക. ഞാൻ പറഞ്ഞില്ലേ, അവരാദ്യം ചോദിക്കുന്ന കാര്യമാണ് TRC തരാൻ പറയും. എന്നിട്ട് അവർ ചെക്ക് ചെയ്യും നമ്മളിവിടെ ലീഗലാണോ ഇല്ലീഗലായിട്ടാണോ നിൽക്കുന്നത്. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും നമ്മൾ ലീഗലാണ്. അപ്പോൾ തന്നെ വിടും. അപ്പോൾ എന്നെ തന്നെ ആണെങ്കിൽ ഒരു 5-6 പ്രാവശ്യം ഇവിടെ പിടിച്ചായിരുന്നു. അപ്പോൾ തന്നെ അവർ ചോദിക്കും, അവർ വിടും. TRC കാണിക്കും, അവർ വിടും. പിന്നെ പോലീസ് അറിയാത്ത ആളുകളോട് ഈസി മണി ഓഫറുകൾ വീഴരുത്. മനസ്സിലായോ? പെട്ടെന്ന് പൈസ തരാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതിലൊന്നും നിങ്ങൾ ഒന്നിലും പോയി വിടലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യല്. ഇതാണ് എനിക്ക് മെയിനായിട്ട് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ശ്രദ്ധിക്കാൻ പറയേണ്ടത്. പിന്നെ
പോലീസ് ചെക്കിങ് വന്നാൽ എന്ത് ചെയ്യണം? പോലീസ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് കാണിക്കാൻ ആവശ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിക്കും, പോലീസ് ഇതാണ് നിങ്ങളുടെ അടുത്ത് TRC കാണിക്കാൻ. നിങ്ങൾ ശാന്തമായി സഹകരിക്കുക, അല്ലാതെ ഒന്നും ചെയ്യാനൊന്നും നിൽക്കല്ലേ. നിങ്ങൾ അവർ പറയണ എന്താണോ അതങ്ങ് ചെയ്യുക. ശരിയായ രേഖകൾ കൈവശം വയ്ക്കുക എന്ന് പറഞ്ഞാൽ TRC കാണിക്കാൻ പറയും, അത് നിങ്ങൾ കൈ വയ്ക്കുക, അത് കാണിക്കുക. അവരപ്പം തന്നെ വിടും. കൂടുതലൊന്നും നിങ്ങളുടെ അടുത്ത് ചോദിക്കുക കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇരിക്കലാണ്, ഓക്കെ ബൈ, എന്ത് ചെയ്യുന്നു, ഇവിടെ പഠിക്കുന്നു എന്നെല്ലാം ചോദിക്കും. അത്ര തന്നെ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിയമപരമായ സഹായം തേടുക. വേറെ എന്തെങ്കിലുമായിട്ട് സംശയം തോന്നണമെങ്കിൽ നിങ്ങൾക്ക് വേറെ നിയമമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവുക. അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ ചെയ്യില്ല. അവർ കാണിക്കുക, അവർ നിങ്ങളെ വെറുതെ വിടുന്നതാണ്. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇല്ലീഗൽ ബിസിനസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഫേക്ക് ഡോക്യുമെൻറ്റ്സ് കയ്യിൽ വയ്ക്കാതിരിക്കുക. ഡ്രഗ് റിലേറ്റഡ് ആക്ടിവിറ്റീസിലൊന്നും പോയി പെടാതിരിക്കുക. മണി ലോണ്ടറിങ് പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൊന്നും പോകാതിരിക്കുക. പിന്നെ ടെലിഗ്രാം, വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് സംശയമായിട്ട് തോന്നണമെങ്കിൽ അതെല്ലാം നിങ്ങൾ മാറ്റുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ കുറേ ഷാഡോ പോലീസുകൾ നിൽപ്പുണ്ട്. അപ്പോൾ അവർ നമ്മൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ നമ്മളുടെ അടുത്ത് വിളിക്കും. എന്നിട്ട് പോലീസാണ്, ID കാണിക്കും, കാര്യങ്ങൾ ചോദിക്കും. ഇവിടെ എന്തിനാണ്, മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണോ, ഇവിടെ എന്ത് ചെയ്യാനാണ് വന്നത്, TRC ഉണ്ടോ, നിങ്ങൾ ID തരാൻ പറയും, ID കാണിക്കണം. അവർ നോക്കും, നമ്മളൊരു ഫോട്ടോ എടുക്കും, അവർ വിടും. കാരണം അവർക്ക് അറിയണം ഇത് പിള്ളേർ ഇവിടെ പഠിക്കുന്നു, അത് ഇല്ലീഗൽ ബിസിനസ്സാണ്. പിന്നെ ചില ആൾക്കാരുണ്ടായിരുന്നു, എന്നെ ഒരു പ്രാവശ്യം വേറൊരാൾ പോലീസ് എന്ന് പറഞ്ഞ് പിടിച്ച്, എന്നിട്ട് ടെലിഗ്രാം ഗ്രൂപ്പ് നോക്കും. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കുറേ ഡ്രഗ് റിലേറ്റഡ് കാര്യങ്ങളായിട്ട് ഇതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇവിടെയൊക്കെ വല്ലതൊക്കെ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പോലീസ് ജയിലിൽ ഇവിടെ നല്ല കാലം ഇവിടെ ജീവിക്കണം, പൈസ അത്രയും കൊടുക്കണം. നിങ്ങളിവിടെ പഠിക്കാനാണ് വിട്ടത്, അപ്പോൾ നിങ്ങൾ അത് ചെയ്യുക മാക്സിമം. കാരണം ഇല്ലെങ്കിൽ വൻ പ്രശ്നമാണ് ഇവിടെ ഇപ്പോൾ ടോട്ടലി നടക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടേണ്ടി വരും. അതാണ് എനിക്ക് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ നല്ല സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യണം. ഇതിലൊന്നും പോയി പെടാതിരിക്കുക മാക്സിമം. ടെലിഗ്രാം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും ഇങ്ങനെ വരും, നിങ്ങൾക്ക് ഈസിലി വർക്ക് 1000 ലാരി നിങ്ങൾക്ക് ഏൺ ചെയ്യാം, ഒരു ID-യും ഒരു സിറ്റിസൺഷിപ്പും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വരും. ഇതിലൊന്നും പോയി ഒന്നിലും പെടരുത്. അത് നല്ലൊരു ട്രാപ്പാണ്. അതിൽ ജോയിൻ ചെയ്ത് പിന്നെ നിങ്ങൾ അത് പിടിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നങ്ങളാണ്. ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും പോയി പെടാതിരിക്കുക. ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ പോലീസ് ചോദിച്ചാൽ നിങ്ങൾ ശാന്തമായിട്ട് എല്ലാം ഡീൽ ചെയ്യുക, ID കാണിക്കുക, അവർ വിടും. പിന്നെ ജോർജിയ വളരെ സുരക്ഷിതമായ രാജ്യമാണ്, പേടിക്കാനൊന്നുമില്ല. പിന്നെ നിയമങ്ങൾ പാലിച്ച് പഠിക്കാനും ജോലി ചെയ്യാനും വന്നവർക്ക് സാധാരണമായി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സോഷ്യൽ മീഡിയ റൂമേഴ്സ് കേട്ട് പേടിക്കാതെ ഔദ്യോഗിക നിയമങ്ങൾ മാത്രം നിങ്ങൾ നോക്കി വരിക, അല്ലെങ്കിൽ നോക്കി ചെയ്യുക. ഓക്കെ, ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങൾ അതുകൊണ്ടൊന്നും ടെൻഷനൊന്നും ആവണ്ട. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഇത് ഞാൻ ഡിസ്ക്ലൈമർ പോലെ ഒരു വീഡിയോ ചെയ്തതാണ്. കാരണം ഇപ്പോൾ ഇതെല്ലാവരും ചെക്കിങ് നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതെല്ലാം സൂക്ഷിക്കുക, വേറെ ഒന്നിലും പോയി പെടാതിരിക്കുക. ഇവിടെ പഠിക്കാൻ വന്നാൽ തിരിച്ചെങ്ങനെ നാട്ടിലെത്താൻ നോക്കുക. അവിടെയൊക്കെ നമ്മൾ വല്ലതൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, അതാണ് പറയുന്നത്. അപ്പം ഇതൊരു ഇൻഫർമേഷൻ, നിങ്ങൾക്കൊരു നല്ലൊരു വീഡിയോ ഞാൻ തന്നെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.